തൂഷനില മുറിച്ചു വെച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറികളെല്ലാം ഒരുക്കി വെച്ചു. പൊള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കൂവിയിട്ടും പൊള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കൂവിയിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വാഴയില വെച്ചിട്ടുള്ള സോപ്പാണ്. വാഴയിലയ്ക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. നമുക്ക് ഊണ് കഴിക്കാൻ മാത്രമല്ല വാഴയില പറ്റുക. ഇനി മുതൽ ഇല കാണുമ്പോൾ നമുക്കിത് ഊണ് കഴിക്കാൻ മാത്രമുള്ള ഉപയോഗമാണെന്ന് ചിന്തിക്കരുത്. സൂര്യാഘാതം ഏറ്റിട്ടുണ്ടെങ്കിൽ ഇല ഇടിച്ചു പിഴിഞ്ഞ് ചാറെടുത്തിട്ട് അവിടെ പൊള്ളലേറ്റ ഭാഗത്ത് എന്താ പറയുക ഇട്ട് കൊടുത്താൽ, ഇതിൻ്റെ ആ നീര് ഇട്ട് കൊടുത്താൽ ആ പൊള്ളൽ പതിയെ പതിയെ കുറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ പോളിഫിനോൾ എന്ന ഒരു സംയുക്തമുണ്ട് ഈ വാഴയിലയിൽ. അത് ആഗിരണം ചെയ്യണ വാഴയില ആഗിരണം ചെയ്യണതാണ് അതിനെ. അതുകൊണ്ട് തന്നെ വാഴയിലയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫംഗസ്, പൂപ്പൽ ഒന്നും നമ്മുടെ സ്കിന്നിൽ പിടിപെടാതിരിക്കാൻ കഴിയും. നമ്മൾ വാഴയിലയിൽ ചോറുണ്ണുമ്പോൾ ഒട്ടേറെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന പറയണത്. അതായത് ജീവിതശൈലി രോഗങ്ങൾ, ഒട്ടേറെ രോഗങ്ങളിൽ നിന്ന്. കാരണം നമ്മളിപ്പോൾ ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് പാത്രം കഴുകുമ്പോൾ അതിൻ്റെ ഒരു കെമിക്കലിൻ്റെ ഒരു അംശം എന്തായാലും പാത്രത്തിലിരിക്കും. പക്ഷെ നമ്മൾ വാഴയുടെ ഇലയിലാണ് ചോറിനെങ്കിൽ നമ്മൾ വീണ്ടും ആ കെമിക്കൽ നമ്മുടെ വയറ്റിലേക്ക് എടുക്കണില്ല. അപ്പോൾ ഒട്ടേറെ ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വഴിയെ നമുക്ക് പതിയെ അറിയാം ഗുണങ്ങളെക്കുറിച്ച്. അപ്പോൾ ഞാൻ ചെറിയ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 1/2 കിലോ സോപ്പ് ബേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇല കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഞാൻ തേങ്ങാപ്പാൽ എടുക്കണം എന്നാണ് വിചാരിച്ച്. പക്ഷേ എനിക്ക് ഇനി തേങ്ങാപ്പാൽ എടുക്കാനൊന്നും ടൈമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ മിക്സിയുടെ ജാർ മതി കേട്ടോ. നമ്മൾ ഈ പൊടിക്കണയൊക്കെ ജാറില്ലേ, അത് മതി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ ഏകദേശം ഒരു 100 ml ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ സോപ്പ് ബേസ് ആകുമ്പോൾ എപ്പോഴും 25 ml ജ്യൂസ് വേണം ചേർക്കാൻ കേട്ടോ. 1 കിലോ സോപ്പ് ബേസിലേക്ക് മാത്രമാണ് 100 ml വാട്ടർ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ 50 ml എടുക്കാൻ പാടുള്ളൂ. പക്ഷെ അത് വാട്ടർ കണ്ടൻറ്റ്, ഞാൻ എപ്പോഴും പറയുന്നത് സോപ്പ് ബേസിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഫ്രാഗ്രൻസും ജ്യൂസും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് കൂടിപ്പോയാൽ സോപ്പ് ഉറക്കില്ല. ഒട്ടേറെ പേര് എന്നെ വിളിച്ചിട്ട് പറയാറുള്ളൊരു പരാതിയും അത് തന്നെയാണ്, സോപ്പ് ഉറക്കണില്ല. അത് ഇതേ കാരണം കൊണ്ടാണ്. അപ്പോൾ 1 കിലോ സോപ്പ് ബേസ് ആണെങ്കിൽ 25 ml എടുക്കുക, 1 കിലോനാണെങ്കിൽ 50 ml എടുക്കുക. ഏകദേശം 10 മുതൽ 15 വരെ ml ഫ്രാഗ്രൻസും കൂടിയാകുമ്പോൾ സോപ്പിൽ ആവശ്യത്തിലേറെ വാട്ടർ കണ്ടൻറ്റായി. അതുകൊണ്ടാണ് സോപ്പ് നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ ജ്യൂസ് എപ്പോഴും കുറച്ച് ആഡ് ചെയ്താൽ മതി. കാരണം നല്ല ജ്യൂസ് ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അതായത് ക്വാളിറ്റി കൂട്ടുക, വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കുക. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല സോപ്പ് കിട്ടും. വാഴയിലയുടെ നീരിന് മുറിവുണക്കാനും അതുപോലെ തന്നെ പുതിയ ചർമ്മകോശങ്ങൾ ഉണ്ടാവാനും വാഴയിലയുടെ നീര് നല്ലതാണ്. പിന്നെ വാഴയിലയിൽ അലൻഡോയിൻ എന്ന ഒരു ഘടകമുണ്ട്. ഈ അലൻഡോയിൻ ഘടകം ഞാൻ ക്രീം ഉണ്ടാക്കുമ്പോൾ, അതായത് നൈറ്റ് ക്രീം ഉണ്ടാക്കുമ്പോൾ അതിലത്തെ ഒരു പ്രധാന ഘടകമാണ് ഈ അലൻഡോയിൻ. അപ്പോൾ അതുകൂടാണ്ട് പല വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെല്ലാം ഈ അലൻഡോയിൻ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അത് ഈ വാഴയിൽ നിന്ന് എടുക്കണതായിരിക്കാം. കാരണം ഞാൻ ക്രീം ഉണ്ടാക്കുമ്പോൾ അതാണ് ഉപയോഗിക്കുക. അതുകൂടാണ്ട് ബീ വാക്സും ഒലീവ് ഓയിലും വാഴയിലയുടെ നീരും വെച്ചിട്ട് കോൾഡ് പ്രോസസ്സിങ് സോപ്പ് ചെയ്യണവർക്കാണെങ്കിൽ സൂപ്പർ സോപ്പ് ഉണ്ടാക്കാം. ഹോട്ട് പ്രോസസ്സിങ് സോപ്പാണ് ചെയ്യണമെങ്കിൽ ഒലീവ് ഓയിൽ ആഡ് ചെയ്യേണ്ട. പകരം നമ്മൾ ഇതിലേക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെങ്കിൽ നമ്മളുടെ അതായത് ക്ലാരിറ്റി കുറയും. അതേപോലെ തന്നെ സോപ്പിന് പതം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്യണവരാണെങ്കിൽ അല്പം CAPB ആഡ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ്. അപ്പോൾ മാത്രമേ അതിന് പതം ഉണ്ടാവുള്ളൂ. ബീ വാക്സ് എങ്ങനെയാണെങ്കിൽ ബീ വാക്സ് ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെങ്കിൽ സോപ്പ് ഉരുകി വരാൻ വേണ്ടി നമ്മൾ
സ്റ്റൗവിൽ വെക്കില്ലേ, ആ സമയത്താണ് ബി വാക്സ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല സോപ്പ് കിട്ടും. ബി വാക്സും ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നല്ല സോപ്പ് കിട്ടും. അത് വെളിച്ചെണ്ണയിൽ സോപ്പ് ബേസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബി വാക്സും ഒലിവ് ഓയിലും ഒക്കെ ഉള്ള സോപ്പ് നല്ലത്. പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണമാണ് കേട്ടോ നമ്മുടെ വാഴയില നീരിനുള്ളത്. അയഡിൻ, വിറ്റാമിൻ എ, സി, ഇ എല്ലാം ഉണ്ട്. അത് തന്നെയല്ല വളരെ ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നീരിന് ദഹനം വർദ്ധിപ്പിക്കാനും അൾസർ പോലുള്ള കുടൽപുണ്ണ് ഒക്കെ തടയാനും കഴിയും. വരണ്ട പരുക്കൻ ചർമ്മം, ചെതുമ്പൽ, ചൊറിച്ചിൽ, ചർമ്മത്തിലെ ചെറിയ പ്രകോപനങ്ങൾ, അതുപോലെ ചർമ്മ പൊള്ളൽ എന്നിവ ചികിത്സിക്കുന്നതിന് തടയുന്നതിനോ ഈ ആലൻഡോയിൻ ഒരു മോയ്സ്ചറൈസറാണ്. അങ്ങനെ ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ചർമ്മത്തെ മൃദുവാക്കുക, ഈർപ്പമുള്ളതാക്കുക, ചൊറിച്ചിൽ, അടരൽ എന്നിവയൊക്കെ തടയാൻ അത് ഈ വാഴയിലയിലാണ് ഉള്ളത്. അലൻഡോയിൻ എന്നാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അതായത് ഇതൊക്കെ കുറയ്ക്കണ ഒരു എമോലിയൻറ്റുകളാണ് ഇത്തരം ചില ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ചർമ്മത്തെ മുകളിലെ പാളിലെ ജലാംശം നഷ്ടപ്പെടുന്നതാണ് ഈ വരണ്ട ചർമ്മത്തിന് കാരണം. അത് ചർമ്മത്തിന് മുകളിൽ ഒരു എണ്ണമയമുള്ള പാളി രൂപപ്പെടുത്തുന്നതിന് ഈ അലൻഡോയിൽ മോയ്സ്ചറൈസറായി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു കിലോയ്ക്ക് 5 ഗ്രാം അലൻഡോയിൻ പൗഡർ യൂസ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഇത്തരം സോപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വാഴൻ്റെ ഇല വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയാലും ഇത്തരം മെഡിസിൻ വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ മെഡിസിൻ വാല്യൂ ഉണ്ടാവും. ചർമ്മത്തിലെ നിർജ്ജലീകരണ കോശങ്ങൾ അത് വീഴാൻ സഹായിക്കും. വേറൊരു വാട്ടറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഇതിലേക്ക് വാഴൻ്റെ ഇല നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ വെള്ളം അതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണാണ്ടല്ലോ, ഡയറക്റ്റ് ബോയിലിംഗ് ആണ് ഞാൻ ചെയ്യണതും. അപ്പോൾ സോപ്പ് കരിയില്ല. ഓൾറെഡി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യണത് സോപ്പ് കരിയെന്നുള്ളത് ഞാൻ എപ്പോഴും പറയണ അതേ തന്നെ പറയണത്. ഭയം കൊണ്ടാണ്. പക്ഷെ നമുക്ക് നഷ്ടമാണ് കൂടുതലുണ്ടാവുക. ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാണ് കൂടുതലുണ്ടാവുക. പക്ഷേ ഡയറക്റ്റ് ബോയിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതാണ് മെത്തേഡ്. കുറച്ച് എന്താണ് നമ്മൾ അതിലേക്ക് ചേർക്കണം, കളർ ചേർക്കരുത്. കളർ പിന്നീട് മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇറക്കി വെച്ചതിന് ശേഷം കളർ ചേർക്കാതെ നമ്മൾ ആഡ് ചെയ്യണ ജ്യൂസ് മാത്രം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക സോബീസിലേക്ക്. അപ്പോൾ കളർ മാറിയാലും നമുക്കൊരു വിഷയമില്ല. കാരണം കളർ ചിലത് മാറും. ചില ജ്യൂസ് ഒഴിക്കുമ്പോൾ ഓൾറെഡി കളർ മാറും. അപ്പോൾ നമ്മൾ എന്താണ് ജ്യൂസ് ചേർത്തെങ്കിൽ അതിൻ്റെ കളർ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് സോപ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് വാഴയില കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ഈ കൃഷ്ണ തുളസി കൊണ്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതേ ഒരു ഷെയ്ഡാണ് കിട്ടുക. അതേപോലെ തന്നെ വാഴയിലയുടെ നീരും ഒഴിച്ചൊക്കെ മെൽറ്റായി വന്നപ്പോൾ ഇതേ ഷെയ്ഡാണ് കിട്ടിയത്. അതായത് ഒരു എണ്ണയൊക്കെ കാച്ചിയാൽ, മരുന്നിട്ട് എണ്ണ കാച്ചിയാൽ ഒരു ഷെയ്ഡ് ഉണ്ടാവും, അതിൻ്റെ ഒരു ഷെയ്ഡാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൽ ഒന്നുമില്ല, ഫ്രാഗ്രൻസ് ഒഴിക്കുക, കളർ ചേർക്കുക, നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുക. കോൾഡ് പ്രോസസ്സിങ് സോപ്പും ഹോട്ട് പ്രോസസ്സിങ് സോപ്പും ഒരേ മോൾഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ കളർ പിടിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ 2 സെറ്റ് എപ്പോഴും കയ്യിൽ കരുതണം. ഈ കോൾഡ് പ്രോസസ്സിങ് ഉണ്ടാക്കുന്നത് ഹോട്ട് പ്രോസസ്സിങ്ങിൽ ഉണ്ടാക്കരുത് സോപ്പ്. കാരണം ഓയിൽ കളറാണ് നമ്മളതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ ഓയിൽ കളർ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഈ സോപ്പിൻ്റെ മോൾഡ് കളർ ചേഞ്ച് ആവും. പിന്നെ കുറേ സമയം നമ്മൾ കാസ്റ്റിക് സോഡ ലായനിയിലോ അല്ലെങ്കിൽ സോപ്പ് കലക്കിയ വെള്ളത്തിലോ 2 ദിവസമെങ്കിലും മിനിമം ഇട്ട് വെച്ചാൽ മാത്രമാണ്. ചിലപ്പോൾ ചിലത് പോവില്ല, ചില കളറും പോവില്ല. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മളിങ്ങനെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ അത് ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2 സോപ്പും ചെയ്യണവരാണെങ്കിൽ ഇതേ ചെയ്യരുത്. കോൾഡ് പ്രോസസ്സിങ്ങിന് വേറെ മോൾഡും ഹോട്ട് പ്രോസസ്സിന് വേറെ മോൾഡും എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ 1/2 കിലോനാണ് എടുത്തത്. 1/2 കിലോ തികച്ചില്ല. അപ്പോൾ ചെറിയൊരു സോപ്പ് എനിക്കും കൂടിയിട്ട്
യൂസ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ എന്നിൽ തന്നെയാണ് ആദ്യം പരീക്ഷണം നടത്തുക. അതുപോലെ നിങ്ങളും എന്ത് സോപ്പ് ഉണ്ടായാലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, മറ്റുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ തന്നെ സ്വയം ഉപയോഗിച്ച് ആദ്യം നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അതുപോലെ ഫോളോ ചെയ്യുക. നല്ലത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ലത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയാലും ഒന്ന് നിങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശ്രമിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫീഡ്ബാക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് വരാം. നല്ലതിനെ ഫോളോ ചെയ്യുക. നല്ല ചേഞ്ച് വരുത്തേണ്ടത് ചേഞ്ച് വരുത്തുക. എന്താണ് കുറയ്ക്കേണ്ടത്, എന്താണ് കൂട്ടേണ്ടതെന്നൊക്കെ ഏകദേശം നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതേപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കൊരു ഉപകാരമാവട്ടെ. ഇതിൽ ഞാൻ മെഡിസിൻ വാല്യൂ എല്ലാം പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഇനി മുതലുള്ള വീഡിയോയിൽ എന്നോട് പരമാവധി പറ്റണത് ഞാൻ പറയാൻ ശ്രമിക്കാം. കാരണം കുറേ നമ്മൾക്ക് ഒരുപാട് ബുക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് പഠിച്ചതെല്ലാം മറന്നു പോയിട്ടുണ്ട് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഇനി വീണ്ടും അതെല്ലാം എടുത്ത് തിരഞ്ഞു വെച്ചിട്ടൊക്കെ വേണം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ, മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. അപ്പം നമ്മുടെ വാഴയില സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പ്. അപ്പോൾ ഇത് കണ്ട നല്ല പെർഫെക്റ്റായിട്ട് കളറും ട്രാൻസ്പെറൻസിയും എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഴയില സോപ്പ് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കി നോക്കൂ കേട്ടോ.